വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ ഫൈനലി ഇപ്പോൾ നമ്മുടെ കോളേജ് തുറക്കാണ് കേട്ടോ. അങ്ങനെ തുറക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും ദിവസം എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി, കോളേജൊക്കെ ഒന്ന് തുറന്നാൽ മതി എന്നൊക്കെയായിരുന്നു സത്യം പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടുന്നവരെ. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തുറക്കൊന്നും വേണ്ട, കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ പോട്ടെ അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും പോയിപ്പം ഫൈനലി കോളേജ് തുറക്കുകയാണ്. അപ്പം അതിൻ്റെ തലേ ദിവസം നമ്മളിത് കുളിച്ച് മാറ്റി ഒരുങ്ങിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അന്നെന്താണെന്ന് അറിഞ്ഞൂടെ, ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു, മഴയും കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഇല്ല. സത്യം പറഞ്ഞു ഒരു വേനൽക്കാലം പോലെയായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ കോളേജിൽ പോകണം. ഇന്നും കൂടെ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള സമയമുള്ളൂ. കാരണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ തലേ ദിവസം വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും ആ ഒരു വെയിലൊക്കെ കൊണ്ടുകൊണ്ടാന്ന് തോന്നുന്നു തലക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞാൻ പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം പിന്നെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി ജസ്റ്റ് കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ജസ്റ്റ് പ്ലസ് ടുവിലെ ആ ഒരു മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേ, അതിനകത്തുള്ള ആ ഒരു നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ജസ്റ്റ് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് മോർണിംഗ് ആട്ടോ. കാരണം അന്ന് രാത്രി ഞാൻ പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തോ ഭയങ്കര ക്ഷീണമൊക്കെ, കോളേജ് തുറക്കുന്നതിൻ്റെ ഞാൻ തോന്നുന്നു. അപ്പോൾ എന്നാലും പിറ്റേ ദിവസം പിന്നെ ഞാനൊരു 5:30 എണീച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും എണീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നൂൽപുട്ടും അതുപോലെ തന്നെ എന്തോ തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു കറി, എന്നാലും അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ കോളേജിൽ പോകാനുള്ള ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ രാത്രി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉറങ്ങിക്കൊണ്ട് ഇതൊന്നും തന്നെ നടന്നില്ല. അപ്പോൾ ഞാൻ ധൃതിയിൽ ഇങ്ങനെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതായത് 2 നോട്ട്ബുക്ക് വേണോ, നോട്ട്ബുക്ക് കൊണ്ടുപോകണ്ടേ, വെറുതെ എന്തായാലും തുടങ്ങല്ലേ. ആദ്യം ഞാൻ 2 നോട്ട്ബുക്കൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ഒരു നോട്ട്ബുക്കിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം, കാരണം ഫസ്റ്റ് ഡേയിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെയില്ല, നമ്മളോട് സ്കൂളിൽ പോലെ അല്ലല്ലോ, വെറുതെ നോട്ടിലൊന്നും എഴുതിപ്പിക്കില്ല എന്നൊക്കെ അറിയാം എന്നുണ്ടെങ്കിലും. പിന്നെ ഒരു പൗച്ച്, അതുപോലെ തന്നെ കൊട, ലഞ്ച് ബോക്സ്, ഇതൊക്കെയാണ് അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും പെട്ടെന്ന് തന്നെ ധൃതിയിൽ ഇങ്ങനെ പാക്ക് ചെയ്യുക, അവിടെ റെഡി ആവുക ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയെല്ലാം സമാധാനമായിട്ട് ഒരു റുട്ടീനിലൊക്കെ ആയി വന്നതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് കോളേജിൽ പോകുന്നതിൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബായ്.